വെളിച്ചമാണ് തിരുദൂതർ എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ച ഈ ചർച്ചാ സായാഹ്നത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി മുഹമ്മദ് വേളം, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പി മുജീബ് റഹ്മാൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും പ്രഭാഷകനും സാമൂഹ്യ രംഗത്ത് ഏറ്റവും ഗൗരവപൂർണമായിട്ടുള്ള വിവേകപൂർണമായിട്ടുള്ള പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സണ്ണി എം കബിക്കാട്, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും കവിയും എഴുത്തുകാരനും അധ്യാപകനും ഒക്കെ ആയിട്ടുള്ള വി ജി തമ്പി, ജി കെ എടത്തനാട്ടുകര, മുനീർ വരന്തരപ്പിള്ളി, ഈ പുസ്തകം മുഹമ്മദ് നബി ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നുള്ള ഈ പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള ശിഹാബുദ്ദീൻ ആരാമ്പ്രം, അതുപോലെ തന്നെ അതിനെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ള എക്സിക്യൂട്ടീവ് എഡിറ്റർ IPH ബുക്സിൻ്റെ KT ഹുസൈൻ, വേദിയിലും സദസ്സിലുള്ള മറ്റെല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള വന്ദനം. വളരെ വളരെ ദീർഘമായിട്ടുള്ളൊരു പ്രഭാഷണത്തിനൊന്നും ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ, ഞാൻ മനോഹരമായ സന്ദർഭം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഹിജറ കലണ്ടറിലെ 3-ാമത്തെ മാസത്തിൽ പിറന്ന ലോക സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അതിലേറെ മാനവ സ്നേഹത്തിൻ്റെയും ഉജ്ജ്വലമായ പ്രതീകമായിട്ടുള്ള നബി തിരുമേനിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു പുണ്യ മാസം കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഈ മാസത്തിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം സമാധാനത്തിൻ്റെ ദൂതന്മാർ എത്ര ചെറിയ കാലം ജീവിച്ചാലും അവരുടെ സന്ദേശങ്ങൾ വർഷങ്ങളും നൂറ്റാണ്ടുകളുമല്ല, മന്വന്തരങ്ങൾ കഴിഞ്ഞാലും അത് ശാശ്വതമായി അത് നിലനിൽക്കും. സമാധാനത്തിൻ്റെ ദൂതനായിട്ടുള്ള നബീസയുടെ ഈ ദിനം നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹം, വിശ്വാസം, കാരുണ്യം, സഹാനുഭൂതി, ഈ വാക്കുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മൾ അനേകം കളറുകളിലാക്കി, അനേകം തുരുത്തുകളിലാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അന്തരാള ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാനും പറയാനും ഉള്ളത് ഈ ലോകത്തിൽ ഏറ്റവും അശരണരായിട്ടുള്ള മനുഷ്യർ ഒന്നിച്ച് നിൽക്കണമെന്ന ഒരു വലിയ സന്ദേശമാണ്. ആ സന്ദേശമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, 1948 സ്വാതന്ത്ര്യം കിട്ടിയിട്ടൊരു കൊല്ലം കഴിഞ്ഞു. ലോകം കാണാത്ത വിധത്തിൽ ഒരു വലിയ പലായനത്തിൻ്റെ, ഇന്ത്യയിലൊരു പലായനത്തിൻ്റെ ചിത്രം, ഒരു രക്തരൂക്ഷിതമായ ഒരു ചിത്രം തെളിഞ്ഞു വരികയാണ്. അപ്പോൾ ലാഹോറിൽ നിന്ന്
നമുക്ക് സഹ്റാൻപൂരിലേക്കോ വെറും 40 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആ 40 കിലോമീറ്റർ ദൂരത്തിൽ 10 ലക്ഷം ജനങ്ങൾ അങ്ങോട്ടും 10 ലക്ഷം ജനങ്ങൾ ഇങ്ങോട്ടും നടന്നു. 10 ലക്ഷം ജനങ്ങൾ ഇന്ത്യയിലേക്കും 10 ലക്ഷം ജനങ്ങൾ പാകിസ്ഥാനിലേക്കും, പുതുതായിട്ട് ജന്മം കൊണ്ട പാകിസ്ഥാനിലേക്കും നടന്നുപോയി. കാളവണ്ടികളിൽ അവർക്ക് കിട്ടുന്ന എല്ലാം, അവരുടെ സ്വന്തമായ എല്ലാം ചുമന്ന് ഒരു വലിയ ഭാണ്ഡക്കെട്ടുകളുമായിട്ട്, ഒരു കൊച്ചു കുടിവെള്ളത്തിൻ്റെ ഒരു പാത്രവുമായിട്ട് 10 ലക്ഷം ജനങ്ങൾ അങ്ങോട്ടും 10 ലക്ഷം ജനങ്ങൾ ഇങ്ങോട്ടും സഞ്ചരിക്കുകയാണ്. അപ്പോൾ പണ്ഡിറ്റ് നെഹ്റു ആ രാത്രി ഉറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുറിയിൽ അന്ന് അബ്ദുൽ കലാം ആസാദ് എന്ന മഹാനായൊരു പുരുഷൻ കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അവർ ഈ അതിർത്തിയിൽ നടക്കുന്ന ഈ വലിയ ഈ പലായനത്തെക്കുറിച്ചുള്ളത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ആദേശങ്ങളെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, ഈ 10 ലക്ഷം പേർ ഒരിക്കലും ഇന്ത്യയിലേക്ക് എത്തുകയില്ല, ഈ 10 ലക്ഷം പേർ പാകിസ്ഥാനിലേക്കും എത്തുകയില്ല എന്ന വലിയ ഒരു ചരിത്രം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയും രക്തപങ്കിലമായിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു അധ്യായമായിരുന്നു ആ വിഭജനം എന്ന് പറയുന്നത്. അന്ന് നെഹ്റു ആ ദിവസത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് വായിച്ച ഏറ്റവും മനോഹരമായ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വരികളെല്ലാം പെട്ടെന്ന് എനിക്ക് കാണാതായി, അത് മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറയാണ്. 1948 മിഖായേൽ ഖൈമ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ, അദ്ദേഹം അറബിയിൽ എഴുതപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ളൊരു പുസ്തകമായിരുന്നു ബുക്ക് ഓഫ് മിർദാദ് എന്ന പുസ്തകം. വളരെ ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിലധികം പേജുകളൊന്നും ഉണ്ടായിരുന്നില്ല, 98 പേജുകൾ മാത്രമുള്ളൊരു പുസ്തകമായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ മിർദാദ് എഴുതിയിട്ടുണ്ട്, 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ആ കാലഘട്ടത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ബുക്ക് ഓഫ് മിർദാദിൽ മിഖായേൽ ഖൈമ അങ്ങനെ ഒരു വാചകം അദ്ദേഹം എഴുതി ചേർത്തത്. അദ്ദേഹം എഴുതിയത്, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രസിദ്ധമായ ഒരു വാചകത്തോടു കൂടിയിട്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോയിരിക്കുന്നു എന്ന ഒരു വാചകത്തോടു കൂടിയിട്ടാണ് അത് തുടങ്ങുന്നത്. മറ്റൊരു വാചകം, നാം മറ്റുള്ളവരെ കുറിച്ച് ഓർക്കാനും സ്നേഹിക്കാനും മറന്നുപോയിരിക്കുന്നു, ആ മറവിയെ നമുക്ക് ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു വാചകത്തോടു കൂടിയിട്ടാണ് ഈ ബുക്ക് ഓഫ് മിർദാദ് അവസാനിക്കുന്നത്. ഈ ബുക്ക് ഓഫ് മിർദാദിൻ്റെ തുടക്കത്തിൽ തന്നെ മിഖായേൽ ഖൈമ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ ഞാൻ എഴുതപ്പെടുന്ന ഒരു ആശയവും എൻ്റേതല്ല എന്നെഴുതിയിട്ടുണ്ട്. ഈ ആശയങ്ങൾ മുഴുവൻ ഞാൻ ബൈബിളിൽ നിന്നെടുക്കുന്നു, ഞാൻ ഉപനിഷത്തിൽ നിന്നെടുക്കുന്നു, ഞാൻ ഖുറാനിൽ നിന്ന് ഞാൻ എടുക്കുന്നു. അദ്ദേഹം പറയുന്നു മറ്റ് പുരാണങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം എടുക്കുന്നു എന്ന് പറയും. അങ്ങനെ ഈ ഓരോ മതത്തിലുമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള വാക്യങ്ങൾ ഉപയോഗിച്ച് അത് ജദീയ കാലത്ത് ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഉപകരിക്കുന്ന പുതിയൊരു വേദമാക്കിയിട്ട് മാറ്റിയാണ് മിഖായേൽ ഖൈമ ആ ചെറിയ പുസ്തകത്തിലൂടെ ചെയ്തത്. അപ്പം ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലോകത്ത് മുഴുവൻ എല്ലാ ആളുകളും സ്നേഹവും കാരുണ്യവും പരസ്പരം കൊടുത്തുകൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് പറയാണ്. എല്ലാ വ്യക്തികളും പരസ്പരം സ്നേഹിച്ചുകൊണ്ടാണ് വളരേണ്ടതെന്നാണ്. എല്ലാ വ്യക്തികളും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്, റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം ജീവിക്കാനെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളോട് പറയുന്ന ചിരന്തനമായ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്.
പക്ഷേ നമുക്ക് ഇന്ന് ഈ 48 കഴിഞ്ഞ് സ്വാതന്ത്ര്യം കഴിഞ്ഞു, നമുക്ക് 71ാമത്തെ ഈ ഒരു വർഷത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വർഷത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഇന്ത്യയുടെ ഇന്നത്തെ ഈ ചിത്രത്തിൻ്റെ ആ ഭീകരത, ആ വ്യത്യസ്തത, അതിൻ്റെ ആ അഭിന്നത ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇന്ത്യ എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഒരു ശിഥിലീകരിക്കപ്പെട്ട ഒരു ഇന്ത്യയിൽ, ഒരു വിഭാഗീയമായിട്ടുള്ളൊരു ഇന്ത്യയിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മൾ എത്രയോ വർഷങ്ങളായി, എത്ര ആയിരം വർഷങ്ങളായി നമ്മളിങ്ങനെ ഓരോന്നും കൊടുക്കൽ വാങ്ങലുകളിലൂടെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് എല്ലാത്തിനെയും കൈനീട്ടി സ്വീകരിച്ച ഒരു വലിയ സംസ്കാരം ഇന്ത്യക്കുമുണ്ട്, ഇന്ത്യയോട് ബന്ധമുള്ള മറ്റെല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. ഇപ്പം നമ്മൾ പഴയ പേർഷ്യ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് നമുക്ക് എന്തെല്ലാം നമുക്ക് ശാസ്ത്രം നമുക്ക് അവിടെ നിന്ന് വന്നു. നമുക്ക് പഴയ പേർഷ്യയിൽ നിന്ന് നമുക്ക് പരവതാനികൾ വന്നു. പഴയ പേർഷ്യയിൽ നിന്ന് നമുക്ക് സംഗീതം വന്നു. അവിടെ നിന്ന് സെഹത്താർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്കാർ അത് പരിഷ്കരിച്ച് അതിന് സിത്താറാക്കി മാറ്റി. അവിടെ നിന്ന് നമുക്ക് തബല നമുക്ക് വന്നപ്പോൾ, ഡോളോപ്പിയം വന്നപ്പോൾ നമുക്കത് ഇവനെ വന്ന് നമ്മളതിനെ ഡോലോക്കാക്കി മാറ്റി. അപ്പം നമുക്ക് അവിടെ നിന്ന് വന്നതെല്ലാം നമ്മൾ ഹൃദയം നിറഞ്ഞ് നമ്മൾ സ്വീകരിച്ചു. ഇവിടെ നിന്നും കൊടുത്തതെല്ലാം അവരും ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ധാരാഷുക്കോ, ഷാജഹാൻ്റെ മകൻ, ഉപനിഷത്ത് ആദ്യമായിട്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാണ്, പേർഷ്യൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അന്ന് പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ ഏറ്റവും തുറന്ന വാതിലാണെന്ന് നമ്മൾ ആലോചിക്കണം. അതുവരെ ഉപനിഷത്ത് ഒരാളും ഒരു പുറം രാജ്യക്കാരനും വെളിച്ചം കണ്ടിട്ടില്ല. ഒരു ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ ലോകത്തുണ്ടായിരുന്നെങ്കിലും ഈ കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ ഉപനിഷത്തുകളോ അതുപോലെ തന്നെ ആരണ്യകങ്ങളോ ഇതൊന്നും അവിടെ വന്നിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ അത്രമാത്രം വിശുദ്ധമായ മന്ത്രങ്ങളുണ്ട്, ഞാൻ സമ്മതിച്ചു. അപ്പം അതിൽ പറയണ ഇപ്പോൾ ഈ അഥർവേദത്തിലാണല്ലോ മരം വെട്ടുകാരന് സ്തോത്രമുള്ളത്. ഈ അഥർവേദത്തിലാണ്. അഥർവേദത്തിൽ മരം വെട്ടുകാരനൊരു പ്രാർത്ഥനയുണ്ട്. അതൊരു മരം വെട്ടാൻ പോകുന്നതിന് മുമ്പാണ്. ആ മരം വെട്ടാൻ പോകുമ്പോൾ മുമ്പായിട്ട് പറയും, അല്ലയോ ഭൂമി, ഞാൻ നിന്നിൽ നിന്ന് നിൻ്റെ മാറിടം പിളർത്തി എടുക്കുന്നതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടുമാറാകട്ടെ. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കർമ്മം ചെയ്യുമ്പോൾ നീ സ്നേഹം കൊണ്ട് എനിക്ക് അമൃത് ചുരത്തി തരുന്ന ഒന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മരം വെട്ടുകാരൻ മരം വെട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യം, ഈ മരം വെട്ടുകാരന് ഈ സ്വസ്ത്രം വായിക്കാൻ അധികാരമില്ല. ഇന്ത്യയിലെ ആ മരം വെട്ടുകാരൻ, ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ആ മനുഷ്യന് ഈ വിത്തിൻ്റെ ചരിത്രമോ ഈ മണ്ണിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ചരിത്രമോ എഴുതിയിട്ടുള്ളത് ഒന്നും അവന് വായിക്കാൻ അവന് സാധിക്കുന്നില്ല. കാരണം അവൻ അക്ഷരശൂന്യനാണ്. അവൻ അക്ഷരങ്ങൾ പൂജിക്കുകയോ അക്ഷരങ്ങൾ രഹസ്യമായി വായിക്കുകയോ ചെയ്താൽ വധശിക്ഷ കിട്ടുന്നൊരു കാലത്താണ് അവൻ ജീവിക്കുന്നത്. അങ്ങനെ ഭൂരിഭാഗം ജനങ്ങളും വായിക്കാത്ത, പഠിക്കാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത ആ ജനതയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്നേഹം ചുരത്തിയതെന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റേ ആവുള്ളൂ, അത് കുറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റേ ആവുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഭൂമിയിൽ കൽവെട്ടുകാരനും മരപ്പണിക്കാരനും കർഷകനും കർഷകത്തൊഴിലാളിക്കും കവിക്കും ശാസ്ത്രജ്ഞനും എല്ലാ കാലത്തും അവർക്കെല്ലാവർക്കും ഒരേ വേതനം കിട്ടുന്ന, ഒരേ സ്നേഹം കിട്ടുന്ന, ഒരേ ബഹുമാനം കിട്ടുന്ന കാലത്തെ ഇന്ത്യയാവൂ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നല്ല ബുദ്ധിമാന്മാരായുള്ള മനുഷ്യർ, അംബേദ്കർ ഉൾപ്പെടെ. അംബേദ്കർ അത് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ അംബേദ്കർ പറഞ്ഞൊരു വാചകം മാത്രമാണ്, ഇന്ത്യക്ക് നിങ്ങളിപ്പോൾ ഈ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഞാൻ തൃപ്തനല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചത് അതല്ല. ഈ അടരുകളായിട്ട് കിടക്കുന്ന ഇന്ത്യയിൽ ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നോളം കാലത്തോളം
ഇവിടെ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രകാശവും നമ്മുടെ ചെറിയ കുടിലിലേക്ക് എത്തുകയില്ല എന്ന് അദ്ദേഹം അന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വിഭജിക്കപ്പെട്ട ഇന്ത്യയുടെ അക്കാലത്തെ ചരിത്രത്തെ നമ്മൾ വീണ്ടും പുതിയ കാലത്ത് പുനഃസൃഷ്ടിക്കുന്നൊരു കാലത്തേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത്. നമ്മൾ ഈ പ്രഖ്യാപിച്ചതും നമ്മൾ ജനങ്ങളോട് വിളംബരം ചെയ്തതും എല്ലാം നമ്മൾ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചതും ആയിട്ടുള്ള ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ജനാധിപത്യമായാലും മതേതരത്വമായാലും ഈ മൂല്യങ്ങൾക്കൊക്കെ നേരെ ഉയരുന്ന ആ ഒരു വലിയ ഒരു യുദ്ധകാഹളം നമ്മൾ അറിയാതെ പോവരുത്. ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ അതാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് നമ്മൾ കടന്ന് മറ്റ് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കാണാം മുസ്ലിങ്ങൾക്കൊരു കിണറാണ്, ഹിന്ദുക്കൾക്ക് വേറൊരു കിണറാണ്, ഹിന്ദുക്കളിൽ നിന്ന് അധസ്ഥിതരായ മനുഷ്യർക്ക് വേറൊരു കിണറാണ്. ഞാൻ ഈയിടെ പത്താൻ എന്ന് പറയുന്ന ഗുജറാത്തിലൊരു ഒരു 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 സംസ്ഥാനത്ത് പോയിട്ട് അവിടെ ഒരു ജില്ലയിൽ പോയപ്പോഴാണ് ഞാൻ ഈ 3 കിണറുകൾ ഞാൻ കാണുകയുണ്ടായി. അത് അല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന ഇന്ത്യ, അതല്ല. 47-ന് ശേഷം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനത്തെ മതിലുകളില്ലാത്ത ഒരു ഇന്ത്യയാണ്, വേർതിരിവില്ലാത്ത ഒരു ഇന്ത്യയാണ്, എല്ലാ മനുഷ്യനെയും പരസ്പരം ബഹുമാനിക്കുന്ന ഒരു ഇന്ത്യയാണ്. അവൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ, അവൻ്റെ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവനെ വാഴ്ത്തുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ സങ്കല്പത്തിൽ നിന്ന്, മൗലിക സങ്കല്പത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറുകയും നമ്മൾ നിർബന്ധമായിട്ട് വിഭജിക്കപ്പെട്ട ഒരു ജനതയായിട്ട് നമ്മൾ മാറുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെ അതിരുകൾ എവിടെയാണ്, ഒരുമയുടെ അതിരുകൾ എവിടെയാണ്, എവിടെ വെച്ചാണ് നമ്മൾ സഹോദരൻ്റെ കൈ പിടിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അവനെ ആലിംഗനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെല്ലാം അവന് പങ്കുവെക്കേണ്ടത് എന്ന് ആലോചിക്കേണ്ട ഒരു വലിയ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വെളിച്ചമാണ് തിരുദൂതർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ വലിയൊരാശയത്തിലേക്ക്, മഹത്തായിട്ടുള്ള ഒരാശയത്തിലേക്ക് നമ്മൾ പതുക്കെ സഞ്ചരിക്കുകയാണ്. അതിനാണ് ഏറ്റവും വലിയ തടസ്സങ്ങളും ഏറ്റവും വലിയ പ്രതിബന്ധങ്ങളുമുള്ളത്. അതിനാണെന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയാണ്. കാരണം അങ്ങനെ അല്ലാത്തൊരു ഇന്ത്യ സ്വപ്നം കണ്ടതാണ്. ഈ 48-ൽ ഈ ലഹളയും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആൾ, അതേ നെഹ്റുവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന അതേ ആൾ അബ്ദുൽ കലാം ആസാദ് തൻ്റെ ആദ്യത്തെ പാർലമെൻറ്റിലുള്ള ബില്ല് അവതരിപ്പിക്കാനുള്ള ജോലിയിലായിരുന്നു. എല്ലാവർക്കും സാർവത്രിക വിദ്യാഭ്യാസം കൊടുക്കുന്ന, 14 വയസ്സ് വരെയുള്ള ആളുകൾക്ക് സാർവത്രിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ആ ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത് ആ മനുഷ്യനെ 11ാമത്തെ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ഭരണകൂടം നീക്കം ചെയ്തു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് പോലും നീക്കം ചെയ്തു കളഞ്ഞു. അദ്ദേഹമാണ് ഇപ്പം ഞാൻ ഈ അക്കാദമിയിൽ നിന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ അക്കാദമി ഉണ്ടാക്കിയത്, കേന്ദ്ര സാഹിത്യ അക്കാദമി ഉണ്ടാക്കിയത്, സംഗീത നാടക അക്കാദമി ഉണ്ടാക്കിയത്, ലളിതകലാ അക്കാദമി ഉണ്ടാക്കിയത്, കാർഷിക ഗവേഷണ കൗൺസിൽ ഉണ്ടാക്കിയത്, ആദ്യത്തെ IIT ഉണ്ടാക്കിയത്, ആദ്യത്തെ UGC ഉണ്ടാക്കിയത്, ആദ്യത്തെ ശാസ്ത്ര കൗൺസിൽ ഉണ്ടാക്കിയത് എല്ലാം അബ്ദുൽ കലാം ആസാദാണ്. അബ്ദുൽ കലാം ആസാദിൻ്റെ കീഴിലാണ് നമുക്ക് പുതിയ സർവകലാശാലകൾ ഉണ്ടായത്. ആ സർവകലാശാലകളെല്ലാം സൃഷ്ടിച്ച മനുഷ്യൻ്റെ പേര് 11ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്യുന്നതോടുകൂടിയിട്ട് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നാം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാത്തരം മൂല്യത്തിൻ്റെയും നിരാസം വളരെ സങ്കടത്തോടു കൂടിയിട്ട്, ദുഃഖത്തോടു കൂടിയിട്ട് നാം കാണുകയാണ്. അതുകൊണ്ട് എനിക്ക് ആകെ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാ മതത്തിൻ്റെയും അടിസ്ഥാനം ഒന്ന് തന്നെയാണ്. എല്ലാ മതത്തിലുമുണ്ട് കാരുണ്യവും ഭൂതതയും. സംസ്കാരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിഭൂതികളെല്ലാം നമ്മുടെ എല്ലാ മതങ്ങളിലും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള എല്ലാ തരം എഴുത്തുകളിലും രചനകളിലൊക്കെ കാണാം. അത് മുറുക്കി പിടിച്ചുകൊണ്ട്, പരസ്പരം കൈകോർത്തുകൊണ്ട് നമുക്കൊരു പുതിയ പുലരിക്ക് വേണ്ടി, പുതിയൊരു തുടക്കത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.